കപ്പ് സിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചതിൽ രാജ്യത്ത് ആശങ്ക തുടരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി 11 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. കെയ്സൺ ഫാർമ എന്ന കമ്പനിയുടെ കപ്പ് സിറപ്പുകൾ കഴിച്ച കുട്ടികളാണ് മരിച്ചത്. അതേസമയം ജലദോഷം, പനി തുടങ്ങിയ ലക്ഷണങ്ങളുമായി 1420 കുട്ടികൾ നിരീക്ഷണത്തിലാണ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഈ കപ്പ് സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് നിരവധി കുട്ടികൾ ജീവൻ നഷ്ടമാകുന്ന വല്ലാത്തൊരു ദാരുണ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതിന് പിന്നാലെ ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്? ഈ കപ്പ് സിറപ്പ് പൂർണ്ണമായും ബാൻ ചെയ്തോ? എത്രത്തോളം കുട്ടികളാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്? ദിവ്യ, വലിയ ആശങ്കയിൽ തന്നെയാണ് രാജ്യമുള്ളത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായാണ് 11 കുട്ടികൾക്ക് ഇത്തരത്തിൽ കപ്പ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് ജീവൻ നഷ്ടമായെന്ന ആരോപണം ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളടക്കം നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 1420 കുട്ടികൾ വിവിധ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്ക് അടിയന്തരമായ സഹായങ്ങൾ നൽകുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മുന്നറിയിപ്പുകളും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കപ്പ് സിറപ്പുകൾ നൽകരുതെന്ന നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കണം കപ്പ് സിറപ്പുകൾ നൽകേണ്ടെന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇത്തരത്തിൽ നടപടികൾ കടുപ്പിക്കുകയാണ് സർക്കാർ. രാജസ്ഥാനിൽ ഡ്രഗ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായും മരുന്നുകളുടെ നിലവാരം പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണമാണ് രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ മധ്യപ്രദേശിൽ നിന്നുള്ള ചില ഇത്തരത്തിലുള്ള കപ്പ് സിറപ്പുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. പക്ഷേ അതിൽ മായം ഒന്നും കണ്ടെത്തിയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ തമിഴ്നാട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച ചില കപ്പ് സിറപ്പുകളിൽ ഇത്തരത്തിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇത്തരത്തിൽ കപ്പ് സിറപ്പുകൾ നൽകരുത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധനകളും അതുപോലെ തന്നെ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും രാജസ്ഥാനിലടക്കം ഈ കമ്പനികൾ കെയ്സൺ ഫാർമ എന്ന കമ്പനിയുടെ കപ്പ് സിറപ്പാണ് പ്രധാനമായും ഈ മരണങ്ങൾക്ക് കാരണമായെന്ന ആരോപണം ഉയരുന്നത്. അവർക്ക് തകരാറിലാവുകയായിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളുള്ളത്. കപ്പ് സിറപ്പുകളുടെ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ കനത്ത നിരീക്ഷണവും തുടരുകയാണ്.